ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ പഴയ തട്ടിൻപുറത്തോ അലമാരിയിലോ ഇരിക്കുന്ന ഒരു രേഖയെക്കുറിച്ചായിരിക്കാം. ഒരു മുത്തച്ഛനോ മുതുമുത്തച്ഛനോ എഴുതിയ ഒരു വിൽപത്രം. അതിന് 30, 40 അല്ലെങ്കിൽ ഒരു 60 വർഷം പഴക്കമുണ്ടെങ്കിൽ ആ പഴക്കം കൊണ്ട് മാത്രം അതിന് നിയമസാധുതയുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? വളരെ കൗതുകകരമായൊരു ചോദ്യമാണത്. നമ്മുടെ കയ്യിലുള്ളത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഒരു വിധിയെക്കുറിച്ചുള്ള ലേഖനമാണ്. ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള ഒരു ഭൂമി തർക്കമാണ് ഇതിന്റെ ഒരു തുടക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദൗത്യം ഇതാണ്. ഒരു പഴയ വിൽപത്രവും കയ്യിൽ പിടിച്ച് കോടതിയിൽ ചെല്ലുമ്പോൾ നിയമം എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും പരിശോധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു രേഖയുടെ പഴക്കം മാത്രം അതിനെ സാധുവാക്കാത്തത്? ഒരു കുടുംബത്തിന്റെ കഥയിലൂടെ നമുക്ക് നിയമത്തിന്റെ ഈ സങ്കീർണമായ വഴികളിലേക്ക് ഒന്നിറങ്ങിച്ചേലാം. തീർച്ചയായും ഇതൊരു നിയമപ്രശ്നം എന്നതിലുപരി ഒരു കുടുംബത്തിന്റെ കഥയാണ്. സ്വന്തം അമ്മാവനും സഹോദരന്റെ മക്കളും തമ്മിലുള്ള ഒരു പോരാട്ടം. അതെ അതെ. നിയമത്തിന്റെ ആ ഉണങ്ങിയ താളുകൾക്കപ്പുറം ബന്ധങ്ങളുടെയും അവകാശങ്ങളുടെയും ഒരു വൈകാരികമായ തലം കൂടി ഈ കേസിനുണ്ട്. ഒരു വിൽപത്രം എങ്ങനെയാണ് നിയമപരമായി തെളിയിക്കേണ്ടതെന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ഈ കേസ് നമുക്ക് നൽകുന്നുണ്ട്. അതെ, നമുക്ക് ആ കുടുംബത്തർക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേൾക്കുമ്പോൾ തന്നെ ഒരു സിനിമയുടെ പശ്ചാത്തലം പോലെ തോന്നുന്നുണ്ട്. ആരായിരുന്നു ഇതിലെ പ്രധാനികൾ? കഥ തുടങ്ങുന്നത് മഹാദേവ് എന്നൊരാളിലാണ്. 1958 ഒരു വിൽപത്രം എഴുതി എന്ന് പറയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് ജഗ്ദേവ് എന്നൊരു അനുജനുണ്ടായിരുന്നു. ഈ ജഗ്ദേവിന് 2 മക്കളാണ്. മൂത്തയാൾ രാമാവതാർ, ഇളയയാൾ രാംകിഷുൻ. അപ്പോൾ മഹാദേവ്, അദ്ദേഹത്തിന്റെ അനുജൻ ജഗ്ദേവ്, പിന്നെ ജഗ്ദേവിന്റെ മക്കളായ രാമാവതാറും രാംകിഷുനും. ഇതിൽ ആരാണ് കോടതിയെ സമീപിച്ചത്? കോടതിയിൽ കേസ് കൊടുത്തത് രാമാവതാറിന്റെ മക്കളാണ്, അതായത് മൂത്ത സഹോദരന്റെ മക്കൾ. അവർ കേസ് കൊടുത്തത് ആർക്കെതിരെയാണെന്നോ? അവരുടെ സ്വന്തം അമ്മാവനായ രാംകിഷുനെതിരെ. അവിശ്വസനീയം. അപ്പോൾ സഹോദരന്റെ മക്കൾ സ്വന്തം അമ്മാവനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു അവരുടെ പ്രധാന വാദം? എന്തിനു ചൊല്ലിയായിരുന്നു ഈ തർക്കം? പരാതിക്കാരുടെ വാദം വളരെ ലളിതവും വ്യക്തവുമായിരുന്നു. അവരുടെ മുത്തച്ഛന്റെ സഹോദരനായ മഹാദേവ് 1958 എഴുതിയ ഒരു വിൽപത്രം വഴി തർക്കത്തിലുള്ള ഭൂമി തങ്ങളുടെ അച്ഛനായ രാമാവതാരന് നൽകിയെന്നായിരുന്നു വാദം. ശരി. അച്ഛന്റെ മരണശേഷം സ്വാഭാവികമായും ആ ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതായി. അവരത് കൈവശം വെക്കുകയും റവന്യൂ രേഖകളിൽ പേര് ചേർക്കുകയും ചെയ്തിരുന്നു. എല്ലാം കൊണ്ടും തങ്ങളുടെ ഭാഗം സുരക്ഷിതമാണെന്ന് അവർ വിശ്വസിച്ചു. ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ അവരുടെ കേസിന് നല്ല ബലമുണ്ടെന്ന് തോന്നുമല്ലോ. കയ്യിലൊരു വിൽപത്രമുണ്ട്, റവന്യൂ രേഖകളിൽ പേരുമുണ്ട്. പിന്നെ എങ്ങനെയാണ് അമ്മാവനായ രാംകിഷുൻ ഇതിനെ പ്രതിരോധിച്ചത്? എവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്? അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. വർഷങ്ങളോളം എല്ലാം ശാന്തമായിരുന്നു. എന്നാൽ പിന്നീട് രാംകിഷുൻ ചില റവന്യൂ ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് ആരുടെയും അറിവില്ലാതെ രഹസ്യമായി ആ ഭൂമിയുടെ രേഖകളിൽ തന്റെ പേരുകൂടി തിരികെ കയറ്റി. ആണോ? അതുമാത്രമല്ല, 2007-8 കാലഘട്ടത്തിൽ അദ്ദേഹം ആ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കൃഷി ഇറക്കുകയും ചെയ്തു. ഇതോടെയാണ് കുടുംബപ്രശ്നം ഒരു നിയമയുദ്ധമായി മാറിയതും രാമാവതാരന്റെ മക്കൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നതും. അപ്പോൾ ആ 1958 വിൽപത്രമാണ് ഈ കേസിന്റെ എല്ലാം ആണിക്കല്ല്. പരാതിക്കാരുടെ അവകാശവാദത്തിന്റെ എല്ലാം അടിസ്ഥാനം ആ ഒരൊറ്റ രേഖയാണ്. രാംകിഷുൻ ഇതിനെങ്ങനെയാണ് നേരിട്ടത്? അദ്ദേഹം ആ വിൽപത്രം അംഗീകരിച്ചില്ലേ? ഇല്ല, തീർച്ചയായുമില്ല. രാംകിഷുൻ ആ വിൽപത്രത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. അത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം. വ്യാജമാണെന്നോ? അതെ. അദ്ദേഹം കോടതിയിൽ പറഞ്ഞതും മറ്റൊരു കഥയാണ്. മഹാദേവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ ജഗ്ദേവ്, അതായത് രാംകിഷുന്റെയും രാമാവതാറിന്റെയും അച്ഛൻ, കുടുംബത്തിലെ എല്ലാ സ്വത്തുക്കളും 2 മക്കൾക്കും തുല്യമായി വാക്കാല അങ്ങ് വീതിച്ചു നൽകി. അതിൽ ഈ തർക്കഭൂമിയും ഉൾപ്പെടും. അന്നു മുതൽ താൻ തന്റെ പങ്ക് കൈവശം വെച്ചു കൃഷി ചെയ്യുകയാണെന്നും അദ്ദേഹം വാദിച്ചു. കൊള്ളാം. ഇപ്പോൾ 2 വ്യത്യസ്ത കഥകളായി. ഒന്ന് എഴുതപ്പെട്ട വിൽപത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളത്, മറ്റൊന്ന് വാക്കാലുള്ള ഒരു കുടുംബ ഭാഗം വെപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതും. ഈ കേസ് ആദ്യം പരിഗണിച്ച വിചാരണാ കോടതിയും പിന്നീട് വന്ന അപ്പീൽ കോടതിയും ആരുടെ വാദമാണ് അംഗീകരിച്ചത്? 2 കോടതികളും പരാതിക്കാരുടെ വാദം തള്ളി. രണ്ടും തള്ളിയോ? അതെ. വിചാരണാ കോടതിയുടെ കണ്ടെത്തൽ വളരെ നിർണായകമായിരുന്നു. പരാതിക്കാർക്ക് അവരുടെ അവകാശവാദത്തിനടിസ്ഥാനമായ
ആ 1958 വിൽപത്രം നിയമപരമായി തെളിയിക്കാൻ സാധിച്ചില്ല. ആ, അതാണ് കാര്യം. കയ്യിലൊരു രേഖയുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ തെളിയിക്കണമല്ലോ. ഇതിനെതിരെ അവർ 1ാം അപ്പീൽ കോടതിയെ സമീപിച്ചു. എന്നാൽ ആ കോടതിയും വിചാരണാ കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 കോടതികളിലും അവർ പരാജയപ്പെട്ടു. ഇതോടെ അവർ അവസാനത്തെ ആശ്രയമെന്ന നിലയിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടാകും. 2 കീഴ്ക്കോടതികളും ഒരേ കാര്യം പറഞ്ഞ കേസ് തള്ളിയതുകൊണ്ട് ഹൈക്കോടതിയിൽ അവർക്ക് പുതിയൊരു വാദം ഉന്നയിക്കേണ്ടിവരും. എന്തായിരുന്നു അവിടെ അവരുടെ പ്രധാന വാദം? അതെ, അതായിരുന്നു അവരുടെ അവസാനത്തെ തുറപ്പുചീട്ട്. അവർ ഹൈക്കോടതിയിൽ പ്രധാനമായും ആശ്രയിച്ചത് നിയമത്തിലെ ഒരു പ്രത്യേക വ്യവസ്ഥയെയാണ്. ഓക്കേ, അവർ വാദിച്ചത് ഇങ്ങനെയാണ്: ഈ വിൽപത്രത്തിന് 60 വർഷത്തിലധികം പഴക്കമുണ്ട്. നിയമപ്രകാരം 30 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു രേഖ ശരിയാണെന്ന് കോടതിക്ക് അനുമാനിക്കാം. അതിനാൽ ഈ വിൽപത്രവും യഥാർത്ഥമാണെന്ന് കണക്കാക്കണം. ഇത് വളരെ കൗതുകരമായ ഒരു വാദമാണല്ലോ. ഒരു പഴയ രേഖയാണെങ്കിൽ പിന്നെ കൂടുതൽ തെളിവൊന്നും വേണ്ട, അതിന്റെ പഴക്കം തന്നെ ഒരു തെളിവാണ് എന്ന്. സാധാരണക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ലോജിക്കാണത്. ഹൈക്കോടതി ഇത് അംഗീകരിച്ചോ? ഇല്ല, ഹൈക്കോടതി ആ വാദം മുഖവിലക്കെടുത്തില്ലെന്ന് മാത്രമല്ല, അത് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. പൂർണ്ണമായും തള്ളിയോ? അതെ. ഇവിടെയാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ ഉൾക്കാഴ്ച വരുന്നത്. നിയമപ്രകാരം 30 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള രേഖകൾക്ക് ഒരു സാധുത കൽപ്പിക്കാമെന്നത് ശരിയാണ്. അതായത് അത്തരം രേഖകൾ യഥാർത്ഥമായിരിക്കാം എന്ന് കോടതിക്ക് അനുമാനിക്കാം. എന്നാൽ ആ നിയമം വിൽപത്രങ്ങൾക്ക് ബാധകമല്ലെന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു. അതൊരു നിർണായകമായ നിരീക്ഷണമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? മറ്റ് പഴയ ആധാരങ്ങൾക്കോ കരാറുകൾക്കോ നൽകുന്ന ഈ പരിഗണന എന്തുകൊണ്ട് വിൽപത്രത്തിന് നൽകുന്നില്ല? കോടതിയുടെ വിശദീകരണം വളരെ വ്യക്തവും യുക്തിസഹവുമായിരുന്നു. ഒരു വിൽപത്രം എന്നത് മറ്റേതൊരു രേഖയെയും പോലെയല്ല. അതിന് ചില സവിശേഷതകളുണ്ട്. ഒരു വിൽപത്രം എഴുതിയ വ്യക്തിയുടെ ജീവിതകാലത്ത് അതിനൊരു നിയമപരമായ പ്രാബല്യവുമില്ല. അതെപ്പോൾ വേണമെങ്കിലും കീറിക്കളയാം, മാറ്റിയെഴുതാം, അല്ലെങ്കിൽ പുതിയൊരെണ്ണം ഉണ്ടാക്കാം. ശരിയാണ്. ഒരു വിൽപത്രത്തിന് ജീവൻ വെക്കുന്നത് എപ്പോഴാണെന്നോ? അതെഴുതിയ വ്യക്തി മരിച്ചതിനു ശേഷം മാത്രം. അതുകൊണ്ട് ഒരു രേഖയ്ക്ക് 30 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നതുകൊണ്ട് മാത്രം അതിന്റെ ആധികാരികത ഉറപ്പിക്കാൻ കഴിയില്ല. ശരി. കോടതിയുടെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, എ വിൽ സ്പീക്സ് ഓൺലി ഫ്രം ദ ഡെത്ത് ഓഫ് ദ ടെസ്റ്റേറ്റർ. അതായത് വിൽപത്രം സംസാരിച്ചു തുടങ്ങുന്നത് അതെഴുതിയയാളുടെ മരണശേഷം മാത്രമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ, അതായത് എഴുതിയ ആള് മരിച്ചാൽ മാത്രമേ വിൽപത്രത്തിന് ജീവൻ വെക്കൂ എന്നാണെങ്കിൽ, ഒരാൾക്ക് തന്റെ ജീവിതകാലത്ത് എത്ര തവണ വേണമെങ്കിലും വിൽപത്രം മാറ്റിയെഴുതാമല്ലോ. അപ്പോൾ ഏറ്റവും അവസാനത്തെ വിൽപത്രനായിരിക്കുമോ നിയമസാധുത? തീർച്ചയായും. ഒരാൾക്ക് 100 വിൽപത്രം എഴുതാം. പക്ഷേ നിയമപരമായി നിലനിൽക്കുക ഏറ്റവും അവസാനം എഴുതിയ നിയമപരമായി സാധുവായ വിൽപത്രം മാത്രമായിരിക്കും. ഓക്കെ. അതുകൊണ്ടാണ് ഒരു വിൽപത്രം 1958 എഴുതി എന്നതുകൊണ്ട് മാത്രം അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഉറപ്പിക്കാൻ നിയമത്തിന് കഴിയാത്തത്. ഒരു പക്ഷേ എഴുതിയയാള് 1960 അത് റദ്ദാക്കിയിട്ടുണ്ടാകാം. വളരെ വ്യക്തമായി. അപ്പോൾ പഴക്കം ഒരു മാനദണ്ഡമല്ലെങ്കിൽ ഒരു വിൽപത്രം എങ്ങനെയാണ് നിയമപരമായി തെളിയിക്കേണ്ടത്? എന്താണ് അതിന്റെ ശരിയായ നടപടിക്രമം? കോടതി അതിനും വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. കേവലം അനുമാനങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഒരു വിൽപത്രം തെളിയിക്കാൻ നിയമം കൃത്യമായ ചില വഴികൾ പറയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സാക്ഷികളാണ്. അതായത് അറ്റസ്റ്റിംഗ് വിറ്റ്നസസ് ആണ് ഈ സാക്ഷികളുടെ പങ്ക്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒപ്പിട്ട് കൊടുക്കുക എന്നതിനപ്പുറം അവർക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? വളരെയധികം പ്രാധാന്യമുണ്ട്. വിൽപത്രം തയ്യാറാക്കുമ്പോൾ അതെഴുതുന്നയാൾ ഒപ്പിടുന്നത് നേരിൽ കണ്ടു എന്ന് ഉറപ്പാക്കുന്ന 2 അതിലധികമോ സാക്ഷികൾ വേണം. അവർ ആ ഒപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഈ വിൽപത്രത്തിന്റെ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ സാക്ഷികളിൽ ആരെങ്കിലും ഒരാളെങ്കിലും കോടതിയിൽ വന്ന്, അതെ, ഇദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ വിൽപത്രത്തിൽ ഒപ്പുവെച്ചത്, അപ്പോൾ അദ്ദേഹത്തിന് നല്ല മാനസികാരോഗ്യമുണ്ടായിരുന്നു എന്ന് മൊഴി നൽകണം. ഓക്കേ. ഈ നടപടിക്രമം പൂർത്തിയായാൽ മാത്രമേ വിൽപത്രം നിയമപരമായി തെളിയിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കും. ഒരു മിനിറ്റ്, എനിക്കൊരു സംശയം. ഈ വിൽപത്രം എഴുതിയത് 1958 ആ കാലത്ത് ജീവിച്ചിരുന്ന സാക്ഷികളെ ഇപ്പോൾ എവിടെ പോയി കണ്ടെത്താനാണ്?
നിയമത്തിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രായോഗികമായ നിർദ്ദേശങ്ങളുണ്ടോ? അതോ 60 വർഷം പഴക്കമുള്ള കേസിൽ സാക്ഷികളില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ലേ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. തീർച്ചയായും നിയമം അത്ര കർക്കശമല്ല. ഈ കേസിൽ സംഭവിച്ചതും അതുതന്നെയാണ്. വിൽപത്രം എഴുതിയ മഹാദേവും അതിൽ സാക്ഷികളായി ഒപ്പുവെച്ചവരും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയിരുന്നു. അതെ, അതായിരിക്കുമല്ല സ്വാഭാവികം. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന് നിയമം വ്യക്തമായി പറയുന്നുണ്ട്. സാക്ഷികൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ആ സാക്ഷികളിൽ ആരുടെയെങ്കിലും കൈയക്ഷരമറിയാവുന്ന ഒരാളെക്കൊണ്ട് ആ ഒപ്പ് ശരിയാണെന്ന് കോടതിയിൽ തെളിയിക്കണം. അതോടൊപ്പം വിൽപത്രം എഴുതിയ വ്യക്തിയുടെ ഒപ്പും യഥാർത്ഥമാണെന്ന് തെളിയിക്കണം. എന്നാൽ ഈ കേസിൽ പരാതിക്കാർ അത്തരമൊരു ശ്രമവും നടത്തിയില്ലെന്ന് കോടതി കണ്ടെത്തി. അവരത് ചെയ്തില്ല. ഇല്ല, അവർ കേവലം വിൽപത്രത്തിന്റെ പഴക്കത്തിൽ മാത്രം ആശ്രയിച്ചു നിന്നു. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ കയ്യിലൊരു പഴയ രേഖയുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. പക്ഷേ നിയമത്തിന് അതിൻ്റേതായ വഴികളുണ്ടല്ലേ? തീർച്ചയായും. ഈ കേസിൽ കോടതിയുടെ മറ്റൊരു പ്രധാന നിരീക്ഷണം വിൽപത്രം രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം അത് നിയമപരമായി തെളിയിക്കപ്പെട്ടു എന്നർത്ഥമില്ല എന്നതായിരുന്നു. പലരും കരുതുന്നത് രജിസ്റ്റർ ചെയ്താൽ എല്ലാം ഭദ്രമായി എന്നാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണക്കാർക്കിടയിൽ ഒരുപാട് തെറ്റുധാരണകളുള്ള ഒന്ന്. രജിസ്ട്രേഷൻ എന്നത് വിൽപത്രത്തിന് കൂടുതൽ ആധികാരികത നൽകുന്ന ഒരു നടപടിക്രമം മാത്രമാണ്. പക്ഷെ അത് നിയമം അനുശാസിക്കുന്ന സാക്ഷികളെ വെച്ച് തെളിയിക്കുന്ന പ്രക്രിയയ്ക്ക് ഒരു പകരമാവുന്നില്ല. രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരത്തെ പറഞ്ഞ ആ തെളിയിക്കൽ നടപടിക്രമങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. അപ്പോ രജിസ്ട്രേഷൻ ഒരു ബോണസ് പോയിന്റ് പോലെയാണെന്ന് പറയാം. അത്രയുള്ളൂ. ഇതിനർത്ഥം നിങ്ങളൊരു വിൽപത്രം രജിസ്റ്റർ ചെയ്താലും അതിൽ ഒപ്പിട്ട സാക്ഷികൾ ആരാണെന്നും അവരെ ആവശ്യമെങ്കിൽ എങ്ങനെ ബന്ധപ്പെടാമെന്നുമുള്ള വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. പരാതിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ നിയമപരമായ പിടിവള്ളിയും നഷ്ടപ്പെട്ടു. സ്വാഭാവികമായും ഹൈക്കോടതി അപ്പീല് തള്ളിയെന്ന് ഊഹിക്കാം. അതെ, ഹൈക്കോടതി അപ്പീല് തള്ളി. കീഴ്ക്കോടതികളുടെ വിധികൾ ന്യായവും ശരിയുമാണെന്ന് കണ്ടെത്തി. അതോടൊപ്പം ഹൈക്കോടതി ഒരു പ്രധാന കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. ഒരു രണ്ടാം അപ്പീലിൽ, അതായത് സെക്കൻഡ് അപ്പീലിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ ചില പരിമിതികളുണ്ട്. എന്താണ് ആ പരിമിതി? ഒരു കേസില് ആർക്കു വേണമെങ്കിലും എത്ര തവണയോ അപ്പീൽ പോകാമെന്നല്ലേ നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല. ഹൈക്കോടതി ഒരു രണ്ടാം അപ്പീലിൽ ഇടപെടുന്നതിനെ നമുക്കൊരു ക്രിക്കറ്റ് മാച്ചിലെ തേർഡ് അമ്പയറുടെ തീരുമാനത്തോട് ഉപമിക്കാം. ഓ, രസകരമായിരിക്കുന്നല്ലോ. ഫീൽഡ് അമ്പയർമാർ, അതായത് വിചാരണ കോടതിയും ഒന്നാം അപ്പീൽ കോടതിയും പന്ത് ബാറ്റിൽ കൊണ്ടോ ഇല്ലയോ, കളിക്കാരൻ ഔട്ടാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ആ വസ്തുതാപരമായ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തേർഡ് അമ്പയർ വീണ്ടും പരിശോധിക്കില്ല. പകരം കളിനിയമത്തിൽ എന്തെങ്കിലും വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, നിയമം വ്യാഖ്യാനിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. മനസ്സിലായി. അതുപോലെയാണ് ഹൈക്കോടതിയും. കീഴ്ക്കോടതികൾ വസ്തുതകൾ പരിശോധിച്ചു കഴിഞ്ഞു. നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും വലിയ പിഴവുകൾ, അതായത് സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഹൈക്കോടതി ഇടപെടൂ. വളരെ നല്ല ഉദാഹരണമാണ്. അപ്പോൾ ഈ കേസിൽ അത്തരമൊരു നിയമപരമായ പിഴ ഉണ്ടായിരുന്നില്ല. പരാതിക്കാർ ഉന്നയിച്ച പ്രധാന നിയമപ്രശ്നം വിൽപത്രത്തിന്റെ പഴക്കമായിരുന്നു. അത് നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ ഹൈക്കോടതിക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യവും ഈ കേസിലില്ലെന്ന് കോടതി വിധിച്ചു. അപ്പോൾ ഇത്രയും വിശദമായ ഈ ചർച്ചയിൽ നിന്ന് ഒരു സാധാരണക്കാരന് എന്തു പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? നമ്മുടെ കയ്യിൽ ഒരു പഴയ വിൽപത്രമുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട രേഖകൾ, പ്രത്യേകിച്ച് വിൽപത്രങ്ങൾ, എത്ര പഴക്കമുള്ളതാണെങ്കിലും നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൃത്യമായി തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ, കേവലം പഴക്കമോ വൈകാരികമായ വാദങ്ങളോ അല്ലെങ്കിൽ രേഖ രജിസ്റ്റർ ചെയ്തതോ മാത്രം നിയമത്തിന്റെ മുന്നിൽ മതിയായ തെളിവായി കണക്കാക്കില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുത്തച്ഛന്റെ പഴയ പെട്ടിയിൽ നിന്ന് ഒരു വിൽപത്രം കിട്ടിയാൽ അത് നിയമപരമായി നിലനിൽക്കണമെങ്കിൽ വെറും പഴക്കം മാത്രം പോരാ. ഒരു പക്ഷേ ആ കാലത്ത് ജീവിച്ചിരുന്ന സാക്ഷികളുടെ ബന്ധുക്കളെയെങ്കിലും കണ്ടെത്തേണ്ടി വരും. എത്രയോ കുടുംബങ്ങളിൽ ഇത്തരം പഴയ രേഖകൾ ഒരു നിധി പോലെ സൂക്ഷിച്ചുണ്ടാവാം. പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ അതിന് തെളിവുകളുടെ പിൻബലം കൂടി വേണം. അപ്പോൾ ഒരു കുടുംബത്തിലെ ഭൂമി തർക്കത്തിൽ തുടങ്ങി 60 വർഷം പഴക്കമുള്ള ഒരു വിൽപത്രത്തിന്റെ നിയമസാധുതയെക്കുറിച്ചുള്ള
സുപ്രധാനമായ ചർച്ചയിലേക്കാണ് നമ്മൾ എത്തിയത്. ഒരു രേഖയുടെ പഴക്കമല്ല, മറിച്ച് അത് നിയമപരമായി എങ്ങനെ തെളിയിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനം എന്ന് നമ്മൾ മനസ്സിലാക്കി. വളരെ വ്യക്തമായ ഒരു നിയമപാഠം തന്നെയാണിത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. പറയൂ. ഈ കേസിൽ പ്രതിയായ അമ്മാവന്റെ ഒരു പ്രധാന വാദം വിൽപത്രം വ്യാജമാണ് എന്നായിരുന്നു. ഓർമ്മയില്ലേ? ഉണ്ട്. എന്നാൽ കോടതി വിൽപത്രം വ്യാജമാണോ അല്ലയോ എന്ന് വിധിച്ചില്ല. മറിച്ച് അത് നിയമപരമായി തെളിയിക്കപ്പെട്ടില്ല എന്നും മാത്രമാണ് പറഞ്ഞത്. അത് രണ്ടും തമ്മിൽ അത്ര വലിയ വ്യത്യാസമുണ്ടോ? തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വ്യാജമാണെന്ന് തന്നെയല്ലേ അർത്ഥം? ഇല്ല, നിയമപരമായി അടുത്ത വലിയ വ്യത്യാസമുണ്ട്. ഒരു കാര്യം വ്യാജമാണ് എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് സ്ഥാപിക്കുകയാണ്. അതിന് ശക്തമായ തെളിവുകൾ വേണം. ഓക്കേ. ിക്കുന്ന രീതിയിൽ സ്ഥാപിക്കാൻ പരാതിക്കാർക്ക് കഴിഞ്ഞില്ല എന്നു മാത്രമാണ്. ഇവിടെ പരാതിക്കാർക്ക് അവരുടെ കയ്യിലുള്ള രേഖ നിയമപരമായി സാധുവാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം. ആ വിൽപത്രം ഒരു പക്ഷേ യഥാർത്ഥമായിരിക്കാം, പക്ഷേ അത് തെളിയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അത്തരം സൂക്ഷ്മമായ നിയമപരമായ വ്യത്യാസങ്ങളിൽ എത്രയെത്ര കുടുംബങ്ങളുടെ ചരിത്രവും അവകാശങ്ങളുമാണ് കെട്ടുപിണഞ്ഞു കിടക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ.